നടി ധന്യ മേരി വർഗീസ് അടക്കം പ്രതിയായ ഫ്ളാറ്റ് തട്ടിപ്പിൽ KSFEയുടെ തുടർ നടപടി. ബാധ്യത തിരിച്ചടക്കാത്തതിനെ തുടർന്ന് മലപ്പാലം മുട്ടടയിലെ ഫ്ളാറ്റ് KSFE ജപ്തി ചെയ്തു. ചലച്ചിത്ര നടി ധന്യ മേരി വർഗീസും ഭർത്താവും കുടുംബവും അടങ്ങുന്ന ഫ്ളാറ്റ് തട്ടിപ്പിലാണ് KSFEയുടെ തുടർ നടപടി. ബാധ്യത തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് മലപ്പാലം മുട്ടടയിലെ ഫ്ളാറ്റ് KSFE ജപ്തി ചെയ്തു. 55 കോടിയുടെ ബാധ്യതയുണ്ടെന്നാണ് വിവരം. സാംസൺ ആൻഡ് സാംസൺ ബിൽഡേഴ്സ് ഉടമ ജേക്കബ് സാംസൺ, മക്കളായ ജോൺ ജേക്കബ്, സാമുവൽ ജേക്കബ്, നടി ധന്യ മേരി വർഗീസ് എന്നിവർ ചേർന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയതാണ് കേസ്. പണം നഷ്ടപ്പെട്ടവർ കോടതിയെ സമീപിച്ചിരുന്നു. ഞങ്ങൾ സാംസൺ ആൻഡ് സൺസ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന കമ്പനിയിൽ നിന്ന് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഏകദേശം ഇപ്പോൾ ഞങ്ങളെല്ലാവരുടെ ക്ലെയിം NCLT-യിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലെയിം അനുസരിച്ച് ഇപ്പോൾ ഏകദേശം 250 ആൾക്കാരോ 250 ഹോം ബയേഴ്സ് വഴിയിലാണ്. അപ്പോൾ ഇത്രയും പേര് പൈസ കൊടുത്തിട്ട് അവർക്ക് ഫ്ലാറ്റ് കിട്ടാതെ ഏകദേശം ഇവർക്ക് 10 പ്രോജക്റ്റാണ് ഇവർ ഈ ട്രിവാൻഡ്രം ഈ സിറ്റിയിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 10 പ്രോജക്റ്റിലൂടെ ആയതുകൊണ്ട് 250-ൽ കൂടുതൽ അധികം ആൾക്കാർ പൈസ മുടക്കിയിട്ട് ഫ്ലാറ്റ് കിട്ടാത്ത അവസ്ഥയിൽ ആണ്. ഞാൻ 2011 പൈസ കൊടുത്ത ആളാണ്. 14 വർഷമായി നമ്മൾ റെൻറ്റ് കൊടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോടതി ഉത്തരവ് മറികടന്നാണ് KSFEയുടെ നടപടിയെന്നാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ നിലപാട്. 55 കോടിയാണ്. 55 കോടിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പ്രോപ്പർട്ടി അവരിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ വസ്തുത എന്ന് പറയുന്നത് ഇതിൻ്റെ കോടതിയിൽ ഇപ്പോൾ ഈ കേസ് എന്താണ്, നിലവിൽ പെൻഡിങ് നിൽക്കുകയാണ്. ഈ പെൻഡിങ് നിൽക്കുന്ന ആ ഹൈക്കോർട്ട് ഓർഡർ വന്നിട്ട്, ഇപ്പം നോക്കട്ടെ, ഹൈക്കോടതി ഓർഡർ വന്നിട്ടാണ് നമുക്ക് ഈ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവർ ആ ഹൈക്കോടതി ഓർഡർ എന്താണ് 16-ാം തീയതി വരാൻ വേണ്ടി നിൽക്കുക, അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ ഇപ്പം ജപ്തി ചെയ്തിരിക്കുന്നത്. ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻതുക തട്ടിയെന്ന പരാതിയിൽ താരത്തിനും സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് കമ്പനി ഡയറക്ടറും നടനും ധന്യയുടെ ഭർത്താവുമായ ജോൺ ജേക്കബ്, ജോണിൻ്റെ സഹോദരൻ സാമുവൽ എന്നിവർക്കെതിരെ നിയമ നടപടികൾ തുടരുകയാണ്. കേസിലെ മുഖ്യപ്രതിയും കമ്പനിയുടെ ചെയർമാനുമായ മുട്ടട ജേക്കബ് സാംസണും കേസുമായി ബന്ധപ്പെട്ട് 2016-ൽ അറസ്റ്റിലായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.